യെസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് തുടരും എന്ന സിനിമയെക്കുറിച്ചൊരു അവലോകനം നടത്താൻ വേണ്ടിയാണ്. അതൊരു കേവല അവലോകനമായി മാറരുത് എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. കാരണം ആ ചിത്രം ഇന്ന് വളരെയധികം സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ്. മറ്റൊന്നുമല്ല, ദുരഭിമാന കൊലയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായി മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേതെങ്കിലും ഒരു സിനിമയുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അത് കമന്റ് ചെയ്യാം. പക്ഷേ നമുക്ക് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാം. തീർച്ചയായും ഇതൊരു മോഹൻലാൽ ചിത്രമാണ്. നമുക്കറിയാം, ഏറെ കാലമായി മോഹൻലാലിന്റെ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് എമ്പുരാൻ എന്ന ചിത്രം റിലീസാവുന്നതും എമ്പുരാനെ ജനങ്ങൾ വലിയ തോതിൽ ഏറ്റെടുക്കുകയും ചെയ്തത്. പക്ഷേ കേവലം 45 40 മിനിറ്റ് മാത്രമാണ് ആ സിനിമയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. തുടരും എന്ന സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇതൊരു മോഹൻലാൽ ചിത്രം തന്നെയാണ്. തരുൺമൂർത്തി എന്ന സംവിധായകന്റെ കയ്യിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ ലഭിച്ചാൽ അത് എപ്രകാരം നല്ലൊരു ടൂളായി ഉപയോഗിക്കാം എന്ന് അദ്ദേഹം പ്രേക്ഷകർക്ക് കാണിച്ചു തന്ന ഒരു സിനിമ കൂടിയാണ് തുടരും. സിനിമ കണ്ടിറങ്ങുന്ന മുഴുവൻ ആളുകളും പറയുന്നത് ഞങ്ങളുടെ മോഹൻലാലിനെ തിരിച്ചു കിട്ടി എന്നാണ്. അവരുടെ ആരാധകർ എല്ലാവരും സമർത്ഥിക്കുന്നതാണ്, ഞങ്ങളുടെ മോഹൻലാലിനെ തിരിച്ചു കിട്ടി എന്നാണ്. അപ്പൊ അതിനർത്ഥം എന്താ? മോഹൻലാലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്തൊക്കെയുണ്ടോ അത് ഈ ചിത്രത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ അഭിനയ പാടവത്തെ ഏറെക്കുറെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ എന്ന സംവിധായകന് കഴിഞ്ഞു എന്നുള്ളതാണ്. തരുൺമൂർത്തി നോക്കൂ, ഈ ചിത്രത്തില് ഓരോ ഫ്രെയിമിലും എപ്രകാരം മോഹൻലാലിനെ കൊണ്ടുവരാം എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. മഹാഭൂരിപക്ഷം ഫ്രെയിമുകളിലും ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് മോഹൻലാൽ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്റ്റാർഡം ഉള്ള ഒരു മഹാനടന്റെ കരിഷ്മ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അഭിനയ പാഠവും കൂടി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സംവിധായകന് കഴിഞ്ഞു എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. അത് ജനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെയും ലോകത്ത് ഒട്ടാകെയുള്ള തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിലാണ് ഇന്ന് തുടരും ഓടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ പകുതി കാണുമ്പോൾ ചെറിയൊരു വിരസത അനുഭവപ്പെടും. ഞാൻ സൂചിപ്പിച്ചത്, പല കണ്ടുപോയ പല ചിത്രങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. ഏറെക്കുറെ ദൃശ്യം, അതുപോലെ തന്നെ ഒപ്പം സിനിമകളെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരും. യാദൃശ്ചികമാകാം, ഈ സിനിമയ്ക്ക് ആ സീനുകളൊക്കെ തന്നെ അനിവാര്യമാണ്. അത് ഈ ചിത്രത്തിന്റെ മാറ്റ് കുറയ്ക്കുന്നില്ല. പറയുമ്പോൾ ഈ സിനിമയെ കുറിച്ചിട്ട് പ്രേക്ഷക മനസ്സിൽ കടന്നു വരുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉന്നയിച്ചത്. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് KR സുനിലാണ്. കൂട്ടത്തിൽ തരുൺമൂർത്തിയും കൂടി ചേർന്നിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. തിരക്കഥ മോശമല്ലാത്തൊരു തിരക്കഥ തന്നെയാണ്. കാരണം ഇതിൽ മോഹൻലാലിനെ ഒരു അമാനുഷികത, അദ്ദേഹത്തിന്റെ സൂപ്പർ സ്റ്റാറിലും അല്ലെങ്കിൽ അമാനുഷികത കഥാപാത്രത്തെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ മദ്രാസും തമിഴ് സിനിമയും അല്ലെങ്കിൽ സിനിമാ ബന്ധവുമായിട്ട് സ്റ്റണ്ട് മാസ്റ്ററുമായിട്ടൊക്കെ തന്നെ ഉള്ള ഒരു ബന്ധം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന് അമാനുഷികത കൊണ്ടുവരുന്നതിന് മാത്രമല്ല, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നായിക നമുക്കറിയാം, 10-25 വർഷങ്ങൾക്ക് ശേഷമാണ് ശോഭന മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കുന്നത്. എനിക്ക് തോന്നുന്നു സാഗർ ഏലിയാസ് ജാക്കിയാണെന്ന് തോന്നുന്നു അവസാന സിനിമ ഈ മോഹൻലാലും ശോഭനയുമായിട്ട് അഭിനയിച്ചത്. 80കളിലെയും 90കളിലെയും ഒക്കെ തന്നെ പ്രേക്ഷകരെ ഹരം കൊള്ളിച്ച മോഹൻലാലിന്റെ നായികയായിരുന്നു ശോഭന, നമുക്കറിയാം. ഇതില് അവരെ കൊണ്ടുവരുന്നത് ഒരു തമിഴ് ചൊവ്വയുള്ള ഒരു നായികയായിട്ടാണ്. അപ്പോൾ അവർ സംസാരിക്കുന്ന ഭാഷയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. അത് ആദ്യം പിടികിട്ടില്ല, പക്ഷെ ചിത്രം പോകെ പോകെ നമുക്കത് മനസ്സിലാകും എന്തുകൊണ്ടാണ്
ഷൺമുഖത്തിന്റെ ഭാര്യയായിട്ട് ശോഭന വരുന്നതെന്നും ആ കുടുംബം എങ്ങനെ ഉണ്ടാകുന്നത് അത് തീർച്ചയായിട്ടും അത് കൊണ്ടുവരുന്നതിൽ സമർത്ഥമായ ഒരു കൈ തിരക്കഥാകൃത്തുക്കളിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കാനും നമുക്ക് കഴിയും. മാത്രമല്ല മോഹൻലാലിന്റെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ മാനുഷികതയിലേക്ക് രൂപാന്തരപ്പെടുന്നതിന് ആവശ്യമായ എല്ലാ ചേരുവകകളും ഈ സിനിമയിൽ മനോഹരമായി മറ്റേ ആഡ് ചെയ്യാൻ എഴുതി ഉണ്ടാക്കാൻ ഈ രണ്ട് തിരക്കഥാകൃത്തുക്കൾക്കും അതായത് സംവിധായകന് കെ.ആർ. സുനിലിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ചിത്രത്തിലെ ദൃശ്യഭംഗി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ക്യാമറാമാൻ ഷാജി കുമാർ വളരെ വൃത്തിയായിട്ട് മനോഹരമായിട്ട് നമുക്കെല്ലാം തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ഈ ചിത്രത്തിലെ ഓരോ ഫ്രെയിം ഓരോ ദൃശ്യങ്ങളും പകർത്തിയിരിക്കുന്നത്. മനോഹരമായ കാടിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഒപ്പിയെടുത്തിരിക്കുന്നത് കണ്ടാൽ നമുക്ക് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും. അത്ര മനോഹരമായിട്ടാണ്. അതായത് മോഹൻലാലിന്റെ പേര് ഷൺമുഖം എന്നാണ്. പക്ഷേ ജനം സിനിമയിൽ ആളുകളും അറിയപ്പെടുന്ന ആളുകളൊക്കെ വിളിക്കുന്നത് ബെൻസ് എന്നാണ്. ബെൻസിന്റെ കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ ഷൺമുഖത്തിന്റെ കുടുംബ പശ്ചാത്തലം വിവരിക്കുന്ന ഓരോ ലൊക്കേഷനും കൊതി വരുന്നു. പലപ്പോഴും എന്താണ് പറയുക, ഗ്രാമീണ പശ്ചാത്തലം നമുക്ക് മറ്റു പല ചിത്രങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും അതൊരു കുറവായിട്ട് കാണാൻ കഴിയില്ല. കാരണം അത്തരത്തിലേ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ ആ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്ന ദൃശ്യങ്ങളെ ഷാജികുമാറിനെ റിമാർക്കബിൾ ആയിട്ട് ഒരു ക്യാമറാമാനായിട്ട് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും. നിഷാദ് യൂസഫും വി.ബി. ഷെഫീഖും ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ചിത്രത്തിന്റെ ആദ്യാവസാനം വരെ ആ ത്രില്ലിംഗ് പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഫ്രെയിമുകൾ ഓരോന്നോരോന്നായി അടക്കി കൊണ്ടുവരുന്നതിന് ഈ രണ്ട് എഡിറ്റേഴ്സിനും കഴിഞ്ഞിട്ടുണ്ട്. അതിമനോഹരമായിട്ട് തന്നെയാണ് എഡിറ്റിംഗും നിർവഹിച്ചിട്ടുള്ളത്. അത് ഈ ചിത്രത്തിൽ ഒരു പാൻ ഇന്ത്യൻ താരമാണ് മോഹൻലാലിന്റെ മകനായിട്ട് അഭിനയിക്കുന്നത്, തോമസ് മാത്യു. നമുക്കറിയാം, അല്ലെങ്കിൽ യുവാക്കളെ കയ്യിലെടുത്ത ഒരു ചിത്രമായിരുന്നു, തെലുങ്ക് ചിത്രമായിരുന്നു ആനന്ദം. ആ ആനന്ദത്തിൽ അഭിനയിച്ച തോമസ് മാത്യു തന്നെയാണ് മോഹൻലാലിന്റെ മകനായിട്ട് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ സിനിമയുടെ കഥാതന്തു പോയിക്കൊണ്ടിരിക്കുന്നത്. കഥ പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കഥയിലേക്ക് കടക്കാത്തത്. ഉള്ള വേഷം മനോഹരമായിട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച പെൺകുട്ടിയായാലും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഇതിലെ നായകന് തുല്യമായിട്ട് അഭിനയിക്കുന്ന ഇതിലെ വില്ലൻ കഥാപാത്രം തന്നെയാണ്. പ്രകാശ് ശർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിനോടൊപ്പം നിൽക്കാവുന്ന ഒരു വില്ലൻ ആയിട്ട് ഈ പടത്തിൽ നമുക്ക് അദ്ദേഹത്തെ എടുത്തു പറയാൻ കഴിയും. ശരിക്കും പറയുകയാണെങ്കിൽ ചിത്രത്തിൽ തന്നെ അദ്ദേഹം പറയുന്നൊരു ഒരു ഒരു വേർഡുണ്ട്, അല്ലെങ്കിൽ ഒരു ഞാനാണ് ഈ കഥയിലെ നായകൻ. പ്രകാശ് ശർമ്മ തന്നെയാണ് ഈ ചിത്രത്തിലെ നായകൻ. കാരണം ഈ ചിത്രം ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു ചിത്രം തന്നെയാണ്. അതിലേക്ക് ഞാൻ വരാം. ഈ പ്രകാശ് ശർമ്മയെ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു ചിത്രത്തിന്റെ നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പ്രകാശ് ശർമ്മ തന്നെയാണ്. നിങ്ങളത് ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും. കാരണം ഒരു സമൂഹത്തിൽ ഇത്തരം ആളുകളുടെ ഡൈമെൻഷൻ, അതാണ് ആ ക്യാരക്ടറിന്റെ ഡൈമെൻഷൻ ഉണ്ട്. ഈ ചിത്രത്തില് ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള ആ ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്ന ഒരു ബിംബം, ആ ബിംബം എപ്രകാരമായിരിക്കണം എന്നുള്ളത് പ്രകാശ് ശർമ്മയിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വില്ലൻ കഥാപാത്രമാണ്. കൂട്ടത്തില് എടുത്തു പറയേണ്ട ഒരു വില്ലൻ കഥാപാത്രമാണ് നമ്മുടെ പപ്പുവിന്റെ മകനായിട്ടുള്ള വിനു പപ്പു. നന്നായിട്ടുണ്ട്. വിനു പപ്പും ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് അധികം ഉള്ളത്. പ്രകാശ് ശർമ്മയും അതുപോലെ തന്നെ വിനു പപ്പുവും തമ്മിലുള്ള ജോർജ് എന്ന കഥാപാത്രവും വിനു പപ്പുവിന്റെ ക്യാരക്ടറും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഏറ്റവും അധികം നന്നായിട്ട്. ഇത് നമ്മളെയൊക്കെ തന്നെ എന്താണ്, നമ്മളൊക്കെ കാണുന്ന പോലീസുകാര്, അതാണ് അതിന്റെ ഒരു അർത്ഥം. നമ്മളൊക്കെ തന്നെ നമ്മുടെ നാട്ടില് ഇങ്ങനെ ഫ്രോഡായിട്ടുള്ള പോലീസുകാരുണ്ട്. ആ പോലീസുകാർ എപ്രകാരമാണോ അതിനെ കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ സമീപത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇത്തരം പോലീസിനെ, ഇത്തരം CIമാരെ
വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ജനങ്ങളോട് വളരെ നന്നായിട്ട് സോപ്പിട്ട് പെരുമാറുകയും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു CIയും അതുപോലെ തന്നെ ഒരു ഇൻസ്പെക്ടറും അല്ലെങ്കിൽ ഒരു പോലീസുകാരനും ഒക്കെ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ വരച്ചു വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ ജീവിക്കുകയാണ് ജോർജും അതുപോലെ തന്നെ വിനു പപ്പും കൂടെ ചേർന്ന്. അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു കഥയ്ക്ക് ഏറെ അനുയോജ്യമായ രീതിയിൽ തരുൺമൂർത്തി തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ രണ്ട് ക്യാരക്ടേഴ്സും വളരെ അനുയോജ്യമായി നന്നായി അഭിനയിച്ചു എന്നുള്ളത്. അതിനർത്ഥം മറ്റുള്ളവർ മോശമാണെന്നുള്ള അഭിപ്രായത്തിലല്ല. കാരണം ശോഭനയെ പോലെയുള്ള ഒരു ക്യാരക്ടറിനെ ഇതിൽ കൊണ്ടുവന്ന് അതിനെ അനിവാര്യമായ ഒരു ക്യാരക്ടറാക്കി മാറ്റി തീർക്കാൻ തരുൺമൂർത്തിക്ക് കഴിഞ്ഞു. ഫാമിലി ആയിട്ട് ഈ ചിത്രം നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണണം. കാരണം നിങ്ങൾ കെവിനെയും അതുപോലെ തന്നെ നീനുവിനെയും മറന്നിട്ടുണ്ടാകില്ല. ആരാ? മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരു പുരുഷനെ സ്നേഹിച്ചു വിവാഹം കഴിക്കാൻ തയ്യാറായി എന്നുള്ളതിൻ്റെ പേരിൽ അച്ഛനും സഹോദരങ്ങളും കൂട്ടുകാരും ഒക്കെ പാടി ചേർന്ന് നമ്മുടെ നാട്ടിലും ഉത്തർപ്രദേശിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ദുരഭിമാന കൊലയ്ക്ക് നേതൃത്വം ഉണ്ടായ ഒരു സംഭവം നിങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പാവപ്പെട്ട അന്യജാതിയിൽപ്പെട്ട ഒരു പയ്യനെ കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് നീനുവിൻ്റെ അച്ഛൻ ചാക്കോ, സഹോദരൻ, കൂട്ടുകാർ ഇവരെല്ലാം കൂടെ ചേർന്ന് ആ പയ്യനെ അതിദാരുണമായി കൊല ചെയ്ത് ഒരു തോട്ടിൽ, അരക്കൊപ്പം വെള്ളമുള്ള ഒരു തോട്ടിൽ കൊണ്ടുപോയി മുക്കി കുഴിച്ചിട്ട പോലെ കൊണ്ടുപോയിട്ടു. സമർത്ഥമായിട്ട് കേരളത്തിലെ പോലീസ് അത് തെളിയിക്കുകയും ചെയ്തു. അത് കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവർക്ക് കൊടുത്ത ജീവിതം, അല്ലെങ്കിൽ ആ പെൺകുട്ടി തൻ്റെ അച്ഛനോടും അമ്മയോടും പകരം വീട്ടിയത് ഈ ചിത്രത്തിൽ മോഹൻലാൽ പകരം വീട്ടുന്നത് പോലെയല്ല. ഞാൻ കഥ പറയല്ല, മോഹൻലാൽ പകരം വീട്ടുന്ന പോലെയല്ല. ഇതിലെ മേരി എന്ന കഥാപാത്രം, നായകന്റെ മകൻ പ്രേമിച്ച ആ കഥാപാത്രത്തിനോട് തുല്യമായ ഒരു കഥാപാത്രമാണ് നീനു. നീനു പക്ഷേ തൻ്റെ ജീവിതം കൊണ്ട് പകരം വീട്ടാനാണ് ഇവിടെ തയ്യാറായത്. കെവിൻ്റെ അച്ഛനും അമ്മയെയും ആ അന്യജാതിയിൽപ്പെട്ട തൻ്റെ പ്രണയിതാവിൻ്റെ അച്ഛനും അമ്മയെയും തനിക്ക് കിട്ടിയ ആ ജോലി കൊണ്ട് അവരെ എങ്ങനെയാണോ കെവിൻ ആഗ്രഹിച്ചത്, എങ്ങനെയാണോ കെവിൻ അവർക്ക് ജീവിതം കൊടുത്തിരുന്നത്, അതേപോലെ ആ പെൺകുട്ടിയും ജീവിതം കൊണ്ട് പകരം വീട്ടാൻ തയ്യാറായി എന്നുള്ളതാണ്. അച്ഛനും അമ്മയും ഒക്കെ തന്നെ നോക്കി നിൽക്കെ അവരോടൊപ്പം പോയി, അവരോടൊപ്പം ജീവിക്കാൻ തയ്യാറായി എന്നുള്ളത്. അങ്ങനെയാണ് പകരം വീട്ടാൻ തയ്യാറായത്. ഈ ചിത്രത്തിൽ മോഹൻലാൽ മറിച്ചാണെങ്കിൽ ഈ കുട്ടി നീനു ചെയ്ത പകരം വീട്ടലുകൾ ഈ ചിത്രവുമായിട്ട് വലിയ സാമ്യമുണ്ട്. മേരി എന്ന കഥാപാത്രവുമായിട്ട് വലിയ സാമ്യമുണ്ട്. നമുക്കറിയാം ഈ ചിത്രം തുടരും എന്ന് പറഞ്ഞത് ഇതിൻ്റെ സാമൂഹ്യ പ്രസക്തിയെയാണ്, അല്ലെങ്കിൽ ഈ ചിത്രം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് തുടരും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ശരീരം കൊണ്ട്, അല്ലെങ്കിൽ കായികമായി ശരീരത്തെയും ഇല്ലായ്മ ചെയ്യുന്നത് മാത്രമല്ല ദുരഭിമാന കൊല, മനസ്സിനെ കൊല്ലുന്നതും ദുരഭിമാന കൊല തന്നെയാണ്. തൻ്റെ മകളെ അല്ലെങ്കിൽ മകനെ വർഷങ്ങളോളം നോക്കി മറ്റൊരുവന്റെ കൂടെ പോയി, അതും മറ്റുള്ള ജാതിയുടെ വരേണ്യവർഗത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉരുവാക്കപ്പെട്ട ജാതിയിലും മതത്തിലും വിശ്വസിച്ചുകൊണ്ട്. വിശ്വാസം ഒരിക്കലും തെറ്റല്ല. വിശ്വാസവും മതവും രണ്ടും രണ്ട് തന്നെയാണ്. വിശ്വാസം വ്യക്തിപരമാണ്, മതം മനുഷ്യനാൽ നിർമ്മിതമാണ്. വിശ്വാസം മനുഷ്യന്റെ മനസ്സാണ്, മനുഷ്യനിൽ രൂഢമായതാണ്. 2025 നമുക്ക്, അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലും നമുക്ക് നമ്മളെ നാണിപ്പിക്കുന്ന രീതിയാണ് ഉത്തരേന്ത്യയിൽ മാത്രം ഉണ്ടായിരുന്ന ദുരഭിമാന കൊല. ഞാൻ സൂചിപ്പിച്ചു, മനസ്സിനെ കൊല്ലുക. 10-28 വർഷം അല്ലെങ്കിൽ 10-25 വർഷം അച്ഛനും അമ്മയും നോക്കി ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ഒരു പെൺകുട്ടി ഇറങ്ങി വന്നാൽ ആ പെൺകുട്ടിയെ ഭ്രഷ്ട് കൽപ്പിച്ച രീതിയിൽ, പെൺകുട്ടിയെ പിന്നെ തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ എത്രയോ ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇവരും ദുരഭിമാന കൊലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്.
തീർച്ചയായിട്ടും ഇവരെയൊക്കെ തന്നെ കൽത്തുറുങ്കിൽ അടയ്ക്കണം. ഇവരെയൊക്കെ തന്നെ സമൂഹം ഭ്രഷ്ട് കൽപ്പിക്കണം. ഇവരെ ഇത്തരത്തിലുള്ള ആളുകളെ സമൂഹം ഒരിക്കലും മുഖ്യധാരയിലേക്ക് അടുപ്പിക്കരുത്, അകറ്റി നിർത്തണം. ഇത് ചർച്ച ചെയ്യപ്പെടണം. ദുരഭിമാന കൊല കേരളത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ചിത്രം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. പലതിനെയും പോലീസുകാർ, അതോറിറ്റി അവഗണിക്കുകയാണ്, ഈ സമൂഹം അവഗണിക്കുകയാണ്. അതിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം എന്ന് തന്നെയാണ് ഈ ചിത്രം നമ്മളോട് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ സന്ദേശം മുഴുവൻ ആളുകളിലേക്കും എത്തണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചിത്രത്തിൻ്റെ തുടരും എന്ന ചിത്രത്തിൻ്റെ അവലോകനം ചെയ്യാൻ ആഗ്രഹിച്ചത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതിനെ ലൈക്ക് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.